ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രൊമാൻസ് എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഈ മൂവി ഇപ്പോൾ ഇന്നലെ നൈറ്റ് പോയി കണ്ടു. ഒരു രക്ഷയില്ല. എനിക്ക് ഒരുപാട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2025 തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ വന്ന മൂവീസിന് ലിസ്റ്റ് എടുത്ത് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു ത്രില്ലർ മൂവീസാണ് അധികം വന്നിരിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ചുരുക്കമാണ്. ഇപ്പോൾ ബിനീഷ് ശ്രീനിവാസൻ്റെ അഭിനയിച്ച മൂവിയാണ് ഒരു ജാതി ഒരു ജാതകം. പക്ഷേ എനിക്ക് അതിനെക്കാട്ടി ഞാൻ മൂവി കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ കണ്ട ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതിനെക്കാട്ടി ബെറ്റർ ഇതാണ്, റൊമാൻസ് മൂവിയാണെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ഇന്നലെ കണ്ടുപോയിട്ട് നല്ല ഒരു 2.5 മണിക്കൂർ നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ്. അത്രമാത്രം എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ലോജിക്കും സ്റ്റോറി ഒന്നും നോക്കണ്ട. ഇത് നിങ്ങളുടെ ഫാമിലി ആയിട്ട്, നിങ്ങളെ ഭാര്യ മക്കളുമായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ വാലൻറ്റൈൻ ആണല്ലോ, നിങ്ങൾ കാമുകയായിട്ട്, അല്ലെങ്കിൽ കാമുകിമാരാണെങ്കിൽ കാമുകന്മാരായിട്ട് പോകണമെങ്കിൽ നല്ല എൻജോയ് ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. അത്രമാത്രം എനിക്ക് കുറിച്ച് പറയാനുള്ളൂ. ഞാൻ അതിൻ്റെ നെഗറ്റീവ് ഒന്നും എനിക്കില്ല പറയാനില്ല. ഫുള്ള് പോസിറ്റീവാണ്. വളരെ നല്ലൊരു ഫുൾ എനർജി വൈബിൽ കാണാൻ പറ്റിയൊരു പടമാണ്. സ്റ്റാർട്ടിങ് മുതൽ, അതായത് ബിഗിനിങ് മുതൽ എൻഡിങ് വരെ വളരെ എൻഗേജിങ് ആയ സ്ക്രീൻ പ്ലേ. അപ്പോൾ അതിലെ പെർഫോമൻസ്, ഓരോ ക്യാരക്ടർ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ബിനുവപ്പം തന്നെ ആക്ടറാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു സാധനം ഇത് കാണിക്കും, സീൻ കാണിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മാത്യു തോമസ്, അതുപോലെ ശ്യാം, എല്ലാവരും പറയാം നമ്മളെ JK പുള്ളിയെ കാണിക്കും. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ളൊരു ഇത് കാര്യങ്ങൾ കാണിക്കും, അവരെ ബ്രദേഴ്സ് തമ്മിലുള്ളത് കാണിക്കും. അതിനുശേഷം പിന്നെ ഒരു പാട്ട് വരുന്നുണ്ട്, ജാതി പാട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗോവിന്ദസ്നയുടെ മ്യൂസിക്കാണ് കൂടുതൽ. BGM ആണ്. പുള്ളി എല്ലാവർക്കും പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ 90s മൂവി കണ്ട എല്ലാവർക്കും അറിയാം പുള്ളിയുടെ റേഞ്ച് എന്നതല്ല. പക്ഷേ ഇതിൽ ഞാൻ വിചാരിച്ചു ഇതിൽ ഓരോ ഇതുണ്ട്, പെട്ടപ്പെട്ട സാധനങ്ങൾ വരുന്നുണ്ട്. അത് BGM ഒക്കെ പല സാധനങ്ങൾ വരുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിലൊരു ലാസ്റ്റ് 40 മിനിറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത് അവസാനത്തെ 40 മിനിറ്റ്. വേറെ വൈബായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സീൻസൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള സോങ്സ്, അതുപോലെ ആക്ഷൻസ് സീക്വൻസ്, ആ സമയത്തുള്ള കളർ സാധനങ്ങൾ ഒരു രക്ഷയിലായിരുന്നു. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അരുൺ ഡി ജോസാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഈ സ്ക്രീൻ പ്ലേ. ഒപ്പം രവീഷ്നാഥ് ആൻഡ് തോമസ് പി സെബാസ്റ്റ്യനാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അരുൺ ഡി ജോസ് ഇതിനു മുമ്പ് ചെയ്ത മൂവി എല്ലാവർക്കും അറിയാം, 18+ ലവ് ജേണി മൂവി, അതുപോലെ ജോ മൂവി. രണ്ടും നല്ല മൂവിയായിരുന്നു. രണ്ടും ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഇതിലും അത് അതേ സെയിം തീമാണ് ഇതിൽ. അതിൽ തീമല്ല, തീം വെച്ചാൽ വളരെ ഫണ്ണായിട്ടുള്ള സംഭവം തന്നെയാണ് ഇതിൽ വരുന്നത്. വേറെ സീരിയസ് ആയ കാര്യങ്ങളൊന്നും ഇല്ല. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ടത് സംഗീത് ചെയ്ത ക്യാരക്ടർ. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളിയുടെ അയഞ്ഞാട്ടം തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലൊക്കെ കിഡുമായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ എൻഡ് മുതൽ, അതായത് പുള്ളിയുടെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന സീൻ മുതൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു പെർഫോമൻസ്. അതുപോലെ മാത്യു തോമസ് ചെയ്ത ക്യാരക്ടർ ബിൻഡോ കേട്ട സാധനമായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ. അതിൽ കുറച്ച് സാധനങ്ങളുണ്ട്, വേറെ കുറച്ച് സീൻ ഉണ്ടായില്ല, ഞാൻ പറയുന്നില്ല, സ്പോയിലർ കൊണ്ട് പറയുന്നില്ല. നിങ്ങളത് കാണാൻ പോകുന്ന ആളുകൾക്ക് ഒരു ഇത് എന്താ പറയുക, കാണാൻ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ ത്രില്ല് നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ അതിൽ പെർഫോമൻസ് മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് രേഖപ്പെടുത്തും. അത് മാത്രം ചെയ്താൽ നിങ്ങൾ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. സോ ഇപ്പം എല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു 46 days ആയിട്ട്, അതായത് ഇപ്പം ഈ വർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 46 ദിവസമായി. ഇപ്പം ഈ 46 ദിവസത്തിനിടയ്ക്ക് ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട്. ഞാൻ ഉള്ള പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ, അതായത് ജനുവരി 2 മുതൽ ഇന്നലെ വരെ റിലീസ് ചെയ്ത ഓൾമോസ്റ്റ് മൂവിയും ഒരു ത്രില്ലറിലെയും വേറെ പല ജേണർ മൂവി ആയിരിക്കും. പക്ഷെ ഇത്രയും ഒരു ഫണ്ണായിട്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 നോക്കുകയാണെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞ മൂവി വന്ന ശേഷമാണ് പിന്നെ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് വന്ന് മലയാള സിനിമ. സംബന്ധിച്ച് അതുവരെ നല്ല മൂവീസ് വന്നിട്ടുണ്ടില്ല, അതൊന്നും പറയുന്നില്ല. പക്ഷെ പ്രേമലു ഒരു ട്രെൻഡിങ് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അധികം. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടി ഫണ്ണ് നല്ലോണം ഇതിൽ ഇതായിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. ഓരോ സീൻസ് എടുത്തു പറയുകയാണെങ്കിൽ മാത്യു തോമസിൻ്റെ ക്യാരക്ടർ, അതുപോലെ അർജുൻ അശോക് ചെയ്ത ക്യാരക്ടർ, മഹിമ നമ്പ്യാർ, കലാമൻ ഷാജോന് ഒരു രക്ഷയില്ല, കേട്ട് പെർഫോമൻസ് ചെയ്യുന്ന പുള്ളി, അതുപോലെ സംഗീത ക്യാരക്ടർ, പിന്നെ ശ്യാമൻ ചെയ്ത ക്യാരക്ടർ, പിന്നെ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്യാരക്ടർ വരുന്നു. എനിക്ക് ആ പേര് പുള്ളിക്കാനുള്ള ഒരു കന്നഡ സംസാരിക്കുന്ന ടീമെന്ന് തോന്നുന്നു. അവരൊക്കെ പെർഫോമൻസ് ആയിരുന്നു. അതിൽ എനിക്ക് അവരുടെ ലുക്ക് കണ്ടൊരു രസമായത്. അതിലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്ത് പയ്യുണ്ട്, പേരും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്.
പുള്ളി ഈ KGF-ലൊക്കെ യാഷിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് സംഭവം പിടിച്ചിട്ട് അയ്യോ ഒരു രക്ഷയില്ല. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നിക്കാൻ നല്ല ലെവലിലാണ് പിടിക്കാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ. ഹെയർ സ്റ്റൈലും ആ ഫൈറ്റൊക്കെ ഉണ്ട്, നല്ല സൈറ്റുണ്ടായിരുന്നു. അതുപോലെ പുള്ളിയുടെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മഹിമ പേർ ആണ് ഇതിലാകെയുള്ളൊരു ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട സീൻസ് ചില അവർ കാസർഗോഡ് സ്ലാഗ് സംസാരിക്കുന്ന സീനുണ്ട്, അയ്യോ അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു അതായത് ഐശ്വര്യ എന്നൊരു ക്യാരക്ടറാണ് മഹിമാന്ത പേര് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സീൻ വരുന്നുണ്ട്, വീണ്ടും ഒരു സീൻ വരുന്നുണ്ട് ഇവർ, അതായത് മാത്യു തോമസും അർജുന അശോകനും ഇവരും തമ്മിലുള്ള ആ സീൻസിൻ്റെ തിയേറ്ററിൽ വേറെ ലെവലായിരുന്നു. അതുപോലെ വേറെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്, മഹിമാന്ത പേര് നല്ല അടിപൊളി സീൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പെർഫോം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ഫണ്ണ് മൂവിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ലോജിക്ക് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ലോജിക്ക് മാത്രമല്ല, വളരെ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഈ മൂവി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതില്ല കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. എടുത്ത് പറയുന്നത് സിനിമാറ്റോഗ്രാഫി, ഓയ്യോ ഇജാതി സാധനം. ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചെമ്മൻ ചാക്കോ ആൻഡ് അഖിൽ ജോർജ് ടീം വീണ്ടും ഒന്നിച്ചൊരു മൂവിയാണിത്. അതായത് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി മൂവി, ഈ വർഷം ഫസ്റ്റിൽ ഇറങ്ങിയ മൂവിയാണ്. ടോവിനോ തോമസ് നായകൻ നിർമ്മിച്ച മൂവിയാണ്. അതിനുശേഷം ചെമ്മൻ ചാക്കോ ആൻഡ് അഖിൽ ജോർജിൻ്റെ ടീമായിട്ട് വരുന്നത്, അതായത് അഖിൽ ജോർജ് സിനിമാറ്റോഗ്രാഫി ആൻഡ് ചെമ്മൻ ചാക്കോ എഡിറ്റിംഗ് ടീമായിട്ട് വരുന്ന സംഭവമാണ്. ഒരു രക്ഷയിലായിരുന്നു. പിന്നെ ഇതിൽ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ഇരിക്കുന്നത് ജിംഷി ഖാലിദാണ്. എല്ലാവർക്കും അറിയാം ജിംഷി ഖാലിദിനെ, തല്ലുമല മൂവിയുടെയൊക്കെ ക്യാമറമാനാണ് പുള്ളിയാണ് ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ മഷർ ഹംസാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈനിങ്, അതുപോലെ സൗണ്ട് മിക്സിങ്, ആർട്ട് വർക്ക് ഒരു രക്ഷയിലായിരുന്നു. DA വർക്കൊക്കെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് കളർ ഗ്രേഡിംഗ് ആണ്. ക്ലൈമാക്സ് എന്ന സാധനമുണ്ട്, അതൊന്നും ഒരു രക്ഷയില്ല. അത് നിങ്ങൾ ഈ മൂവി കാണാൻ പോകുന്ന നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണും, വേറെ ലെവലാണ്. സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ ലെവല് പൊളിക്കുകയല്ല എനിക്ക് തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ. നല്ല സോങ്സും ഉണ്ട്, രണ്ടല്ല സോങ്സ്. നല്ല ഫസ്റ്റ് സോങ്, അതായത് ഞാൻ പറയില്ല, ഈ തുടക്കത്തിലൊരു സോങ് ഉണ്ട്, ആ സോങ് കണ്ടുമ്പോൾ തന്നെ പടത്തിന് ഇതെന്താണെന്ന് മനസ്സിലാവും. നല്ല രസമായിരുന്നു ആ സോങ്സ്. അത് തിയേറ്ററിൽ എനിക്കിപ്പോൾ ഞാൻ ഇന്നലെ മൂവി കാണുമ്പോൾ ഇപ്പം കുറേ ടീം കളിക്കണ്ടായിരുന്നു, ആ പാട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഒരു വേറൊരു സ്റ്റൈലിലൊരു സോങ്സാണിത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു സീൻസ്, ആ സോങ്സും കാര്യങ്ങളൊക്കെ. അതിനുശേഷം കുറച്ച് സീനുണ്ട് കാര്യങ്ങളൊക്കെ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കഥയിലേക്ക് വരുന്നില്ല, കഥ പറഞ്ഞാൽ ഞങ്ങൾ ത്രില്ലിങ് പോവും, അതുകൊണ്ടാണ് കാണാനുള്ള മൂഡ് പോവും. അപ്പം പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ക്ലൈമാക്സിലെ എഡിറ്റിംഗ്, അതുപോലെ ഒരു രക്ഷയില്ല, കിട്ടുമായിട്ടുണ്ട്. എനിക്കൊന്ന് ചെമ്മൻ ചാക്കോയുടെ എഡിറ്റർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഓരോ സീൻസ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇതിൽ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്, അത് തേനീച്ച. ഇപ്പോൾ ചില മൂവീസ് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല ഓരോ മിണ്ടപ്രാണികളൊക്കെ അങ്ങനെ പറയില്ല, അപ്പോൾ നായ്ക്കുട്ടികളും അങ്ങനെ പല ഇതും വരുന്നുണ്ടല്ലോ മൂവീസിലൊക്കെ. അപ്പോൾ ഇതിൽ തേനീച്ച ഒരു മെയിൻ പാട്ടാണ് ഈ പടത്തിൽ. അത് ആ സീൻസൊക്കെ വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് ആ സീൻ കാണുന്നൊരു സീനുണ്ട്, അതായത് തേനീച്ചക്കൂട് കാണുന്നൊരു സീനുണ്ട്. അതായത് എൻ്റെ സ്പോയിലർ ഉപയോഗിക്കേണ്ട, അതായത് ഇവർ അർജുന അശോകും മാത്യു തോമസും കൂടി വേറെ ആളെ കാണാൻ വേണ്ടി പോകണം. ആ ക്യാരക്ടർ പറയുന്നില്ല, ഒരാളെ കാണാൻ വേണ്ടി പോവാണ്, മഹിമന്തപുരം കൂടി. ആ സീനിൽ തേനീച്ചക്കൂട് കാണുമ്പോൾ സീനുണ്ട്, അത് നല്ലൊരു സൈഡുണ്ട്. അതിനുശേഷം പിന്നെ ഇത് വരുന്ന വേറൊരു സീനിലാണ്. ആ സീൻസൊക്കെ കേട്ടുപോയിട്ടായിരുന്നു. VFX വർക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾമോസ്റ്റ് നല്ലൊരു ടെക്നിക്കലി ബെസ്റ്റ് വർക്കാണിത്. ഈ മൂവിയുടെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാനാണ്. പുള്ളിക്കാരനെ റേഞ്ച് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരൻ വളരെ സെലക്റ്റീവ് മൂവീസാണ് പുള്ളിക്കാരൻ ചെയ്യാറുള്ളത്. അതൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായ മൂവീസുമാണ്. ഇതിലും അതുപോലെ തന്നെ ഇതിൽ പുള്ളിക്കാരൻ നല്ല, എനിക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ മലയാളത്തിലിപ്പോൾ സ്റ്റീഫൻ, അതുപോലെ ഫഫയുടെ ഭാവന സ്റ്റുഡിയോയിലൊക്കെ ഒരു പൃഥ്വിരാജ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സാധനങ്ങൾ ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്ഷൻ ടീമാണ് ആഷിഖ് ഉസ്മാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ മൂവീസും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ പ്രൊഡക്ഷൻ. ഞാൻ എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ. ഇതിലും അതുപോലെ ഇതിൽ ഞാൻ പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊന്നുമില്ല. ചില ഒരു സിനിമക്ക് ഒരു സീനിൽ എന്തൊക്കെ വേണ്ടി അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VFX വർക്കൊന്നും അനാവശ്യമായിട്ട് ഒന്നും ഇതിലില്ല. എടുത്തു പറഞ്ഞാൽ ഫസ്റ്റിലൊരു സോങ് സീക്കുണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. ആ VFXും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല മൂവീസും വരുമ്പം ഈ VFX അനാവശ്യമായിട്ട് വെറുതെ കുത്തിക്കയറ്റിട്ട് ചെയ്യും, ഗ്രീൻ സ്ക്രീനിലൊക്കെ ഒരു ആവശ്യമില്ല. ഇതിൽ ആവശ്യത്തിന് മാത്രമുള്ള ഓരോ സ്ഥലങ്ങളും ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഞാൻ പറയാം, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്ന അഖിൽ ജോർജാണ്. പുള്ളിക്കാരുടെ രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാമറമാനാണ് പുള്ളി കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ ജിംഷി ഖാലിദ് ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ഷോട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന അഖിൽ ജോർജാണ്. ഞാൻ ഇതിൽ കണ്ടതാണ്, ടൈറ്റിൽസ് കണ്ടതാണ്. ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസ്
എല്ലാവരും ഒരു രക്ഷയില്ല. ഓൾ ക്യാരക്ടർ പൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സീനിൽ വരുന്ന ആളുകളായാലും എന്താ പറയുക, ത്രൂ ഔട്ട് വരുന്ന ആളുകളായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എടുത്തു പറഞ്ഞാൽ കലാഭവൻ ക്യാരക്ടർ കുറച്ച് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ മൂവി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നൊക്കെ. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് ഈ മൂവിയെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാരണമെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ശുഭദിനം.